കൃഷിയും ഗോത്രവർഗ പൈതൃകവും. പ്രകൃതിയെ സ്നേഹിച്ചും അഹോരാത്രം അധ്വാനിച്ചും അർത്ഥപഠനയിലും കഴിഞ്ഞ പട്ടിക വിഭാഗങ്ങളുടെ ഓജസ്സും പ്രതീക്ഷയും സന്തോഷവും ഊർജവുമാണ് ഗോത്രകലകളും അനുഷ്ഠാനങ്ങളും. ഓരോ ഗോത്രവിഭാഗത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തങ്ങളും ആകർഷണീയവുമാണ്. എങ്കിൽ കൂടിയും ഇവയിൽ സമാനതകളും കാണുവാൻ കഴിയും. അന്യം നിന്നു പോകുന്ന അമൂല്യങ്ങളായ നമ്മുടെ പൈതൃകം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് വർത്തമാന ഭാവി തലമുറയുടെ അതിപ്രധാനമായ കർത്തവ്യമാണ്. വനത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നതും അതിമനോഹരവുമായ ചേകാടി ഗ്രാമം നൂറ്റാണ്ടുകളായി പ്രകൃതിയെ മലിനപ്പെടുത്താതെ പരമ്പരാഗത കൃഷിയും ഉപജീവനം തേടുന്ന വയനാട്ടിലെ ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്നാണ്. ജനസംഖ്യയുടെ സിംഹവിഭാഗവും പട്ടിക വിഭാഗക്കാരാണ്. കർഷക തൊഴിലിനെ ആശ്രയിക്കുന്ന ഗോത്രവിഭാഗവും പരമ്പരാഗത കർഷകരുമാണ് ചേകാടി ഗ്രാമത്തിന്റെ പൈതൃക സ്വത്തിന്റെ ഉടമകൾ. കാട്ടുമൃഗങ്ങളോട് സമരസപ്പെട്ട് കൃഷി ചെയ്യുന്ന ചേകാടി ഗ്രാമം സംസ്ഥാനത്തിന്റെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പഠന വിധേയമാക്കാവുന്നതാണ്. ചേകാടിയുടെ തനിമ നിലനിർത്തി ഒരു ഉത്തമ കാർഷിക പൈതൃക വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സ്ഥായിയായ പ്രവർത്തനങ്ങളാണ് ചേകാടി നവയുടെ നേതൃത്വത്തിൽ പാടശേഖര സമിതിയുമായി കൈകോർത്ത് വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ നടന്നുവരുന്നത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളുടെ ആചാരമാണ് കമ്പള. ഞാറുനടീലുമായി ബന്ധപ്പെട്ട് കമ്പളനാട്ടിയും കൊയ്ത്തുമായി ബന്ധപ്പെട്ട് രാജകമ്പളയും അനുഷ്ഠാന കലകളായി ഇവർ ആചരിക്കുന്നു. തങ്ങളുടെ കലദൈവങ്ങളോടുള്ള പ്രാർത്ഥന, മുൻഗാമികളെ അനുസ്മരിക്കൽ, നല്ല വിളവ് ലഭിക്കൽ, നാടിന്റെ ഐശ്വര്യം തുടങ്ങിയവയാണ് കമ്പളനാട്യോത്സവത്തിന് ആധാരം. പരമ്പരാഗത വാദ്യമേളങ്ങളായ തുടി, ചീനി എന്നിവയുടെ അകമ്പടിയോടെ ഇമ്പമാർന്ന ഈണത്തിന് അനുസൃതമായി ചിട്ടയായ ചുവടുവയ്പോട് കൂടിയുള്ള നൃത്തവും താളത്തിനനുസരിച്ചുള്ള ഞാറുനടിയിലുമാണ് കമ്പളനാട്ടിയുടെ ഇതിവൃത്തം. അടിയ, പണിയ വിഭാഗങ്ങളാണ് കമ്പളനാട്യോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ചേകാടി ഗ്രാമത്തിന്റെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എല്ലാം ട്രാക്ടർ ഒഴുകുന്നുണ്ട്. നാടൻ ശൈലിയിൽ കാളകളെ കൊണ്ടുപോകുന്നുണ്ട്. അമ്മമാരും പിന്നെ അവരെ കൈകൊണ്ട് ഓരോ വിത്തുമെടുത്ത് ഞാറെടുത്ത് പിന്നെ വയലിലോട്ട് വയ്ക്കുന്നു. അതിനൊന്നും ആവേശമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നെൽകൃഷി സംരക്ഷിക്കുക എന്നുള്ളത് നെൽപ്പാട് സംരക്ഷിക്കുക നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രാധാന്യത്തോടുണ്ട്. ചേകാടി എന്നൊരു പേര് ആർക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് പൈതൃകമായ ചില കാര്യങ്ങൾ പേര് മാറ്റി പിടിക്കുന്നില്ല. പക്ഷെ ചേകാടി എന്നൊരു ആശയം ഒരു സംസ്കാര ഭാരതത്തിൻ്റെ ഒരു പൈതൃക സ്വത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ആവേശപ്പെടുകയാണ്.
നമ്മളിൽ നിന്നും കുറേശ്ശെയായി അന്യമായി നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖല നിലനിർത്തുന്നതിനും അത് തിരിച്ചു പിടിക്കുന്നതിനും വലിയ രീതിയിലുള്ള പ്രയത്നമാണ് നമ്മുടെ സർക്കാരും പൊതുസമൂഹവും ഒക്കെ സ്വീകരിച്ചു വരുന്നത്. നടത്താൻ പറ്റിയില്ലെങ്കിൽ കൂടി ആ ആചാരങ്ങൾ ഞാൻ കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഞങ്ങളുടെ ജാതിയിൽ വരുന്ന കാര്യങ്ങളും അതും നശിപ്പിച്ചിട്ടില്ല, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. രാസവളത്തിൻ്റെ വില വർധന